നാമരൂപരഹിതമായ ഈശ്വരത്വത്തെ അനുസന്ധാനം ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ആവശ്യമുണ്ട്. അതാണ് വിഗ്രഹം. വിശേഷേണ ഗ്രാഹയതി ഇത് വിഗ്രഹം. വിശേഷം നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. അവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈശ്വരൻ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ബ്രഹ്മാവ്, അല്ലെങ്കിൽ ഒരു അള്ളാഹു, അല്ലെങ്കിൽ ഒരു യഹോവ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കക്ഷി ഉണ്ടാക്കുന്നൊരു വസ്തുവായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഭാരതീയ വീക്ഷണം അനുസരിച്ച് ചാക്രിക ഗതിയിൽ ഓരോ കൽപ്പത്തിൻ്റെയും ആദിയിൽ മുൻ കൽപ്പത്തിൽ കാരണഭാവത്തിലേക്ക് വിലയിച്ച പ്രപഞ്ചം വീണ്ടും പ്രകടമാകും. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമായ അധിനിയമത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഈശ്വരൻ. അത് നിഷേധിക്കാൻ പറ്റില്ല. നമസ്തേ സ്വാമിജി. നമസ്തേ. ഇപ്പം ഈ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ പറ്റി പറയുന്നത് നമുക്ക് ആദ്യം വരുന്ന അമ്പലത്തിൽ പോവാം. അതായത് ഭഗവാനെ കാണണമെങ്കിൽ അമ്പലത്തിൽ പോവാ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ശരിക്കും ക്ഷേത്ര ദർശനം ഇതിനുള്ള ഇങ്ങനെ ഒരു എളുപ്പമാർഗമായിട്ട് നമുക്ക് കരുതാമോ? തീർച്ചയായിട്ടും ഉപാസനയിൽ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട്. ഒരു ദൃഷ്ടിയിൽ നാമരൂപരഹിതമായ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യാൻ ജനസാമാന്യത്തിന് കഴിയില്ല. അപ്പം എന്തെങ്കിലും ചില പ്രതീകങ്ങളുടെ സഹായം സ്വീകരിക്കണം. നമ്മൾ 1ാം ക്ലാസ് പഠിച്ചപ്പോൾ 1, 2, 3, 4 എന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. ടീച്ചർ വിരലുയർത്തി 1, 2, 3 എന്ന് കാണിച്ചു. പിന്നീട് ടീച്ചർ കൂട്ടാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ 4, 3 എത്രയെന്ന് വെച്ചപ്പോൾ 4 ഇവിടെ എണ്ണി, 3 ഇവിടെ എണ്ണി, അങ്ങനെയാണ് 7 എന്ന് പറഞ്ഞത്. 10 കൂടുതൽ ടീച്ചർ പറയരുത് എന്ന് പ്രാർത്ഥിച്ചു. 10 കൂടുതൽ പറഞ്ഞാലോ ടീച്ചർ ബോർഡിലേക്ക് എഴുതാൻ നോക്കുമ്പോൾ കാലെടുത്തിട്ട് 11, 12, 20 വരെ 20ന് മുകളിൽ പറഞ്ഞാൽ ടീച്ചറേക്ക് സൂക്കട് വന്നു പോട്ടെ, ഞാൻ മുടപ്പിലാശ്ശേരി ഭഗവതിക്ക് ഒരു പൈസ ഭണ്ഡാരത്തിലിടാം. പക്ഷെ അതേ എനിക്ക് ലക്ഷക്കണക്കിന് കൂട്ടാനുള്ള കഴിവ് പിന്നെ വലുതാവുമ്പോൾ വന്നു. വിരലിൻ്റെ ആവശ്യമില്ല, ഇഞ്ചുപടിയുടെ ആവശ്യമില്ല. ഇതുപോലെ നാമരൂപരഹിതമായ ഈശ്വരത്വത്തെ അനുസന്ധാനം ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. അപ്പം ആദ്യഘട്ടത്തിൽ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ആവശ്യമുണ്ട്. അതാണ് വിഗ്രഹം. വിശേഷേണ ഗ്രാഹയതി ഇത് വിഗ്രഹം. വിശേഷം നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ സംശയം വരും, അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള വിഗ്രഹങ്ങൾ വെറും പ്രതീകം മാത്രമാണോ? പ്രതീകമാണ്, പ്ലസ് അതിനുപരിയുമാണ്. എന്താണ് ആ ഉപരി? ഉപരി വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉപാസനാബലമോ അഥവാ സാക്ഷാത്കാര ബലമോ ഉള്ള മഹാപുരുഷന്മാർ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ശക്തി കേന്ദ്രങ്ങളാണവ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രതീകമാണ്. രണ്ടാമത് മനസ്സിലാക്കുന്നു പ്രതീകത്തിലുപരിയാണ്, ശക്തി കേന്ദ്രങ്ങളാണ്. വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ഉപാസിച്ചു വരുന്ന ശക്തി കേന്ദ്രങ്ങളാണ്. ഇപ്പം സ്വാഭാവികമായും അത്തരം കേന്ദ്രങ്ങളിൽ അനേകം പേര് ഉപാസനയ്ക്കായി ഒത്തുചേരുമ്പോൾ അവരുടെ മുഴുവൻ സങ്കല്പങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പ്രതിഷ്ഠയോട് ചേരുകയാണ്. അപ്പോൾ പ്രതിഷ്ഠാതാവിൻ്റെ ഒരു സങ്കല്പശക്തി, അവിടെ അർച്ചന ചെയ്യുന്ന അർച്ചകൻ്റെ സങ്കല്പശക്തി, അതോടുകൂടി ദർശകന്മാരായ ആയിരക്കണക്കിന് ആൾക്കാരുടെ സങ്കല്പങ്ങൾ ഒത്തുചേരുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷ്മശക്തിയുടെ ഒരു മഹാസങ്കേതമാണ് ഓരോ ക്ഷേത്രവും. അപ്പം അത് കേവലം പ്രതീകമല്ല. ആദ്യം നമ്മൾ പ്രതീകം എന്നുള്ളതിലാണ് ആരംഭിച്ചത്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അത് വലിയ ശക്തി കേന്ദ്രമാണ്. അപ്പം അവിടെ പോവുകയും ആരാധിക്കുകയും അതും ശുദ്ധഭാവത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു പരിവർത്തനം സാധകനിൽ ഉണ്ടാക്കി തീർക്കും. ആ പരിവർത്തനത്തിൻ്റെ ഫലമായി ചിത്തശുദ്ധിയും ഏകാഗ്രതയും വളരുന്നതിനനുസരിച്ച് നമുക്ക് ആ ക്ഷേത്രത്തിന് ഉപരി എത്തിച്ചേരാൻ പറ്റും. നാമരൂപാത്മകമായ ഉപാസനയ്ക്ക് ഉപരി എത്തിച്ചേരാൻ പറ്റും. പക്ഷേ നാമരൂപാത്മകമായ ഉപാസനയ്ക്ക് ഉപരി എത്തിച്ചേർന്നാലും ഒരിക്കലും നമ്മളതിനെ നിന്ദിക്കില്ല. പറഞ്ഞൊരർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഏതാനും വർഷം മുമ്പ്, അപ്പോൾ കൊച്ചു കുഞ്ഞായപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച നാട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ സ്കൂൾ അവിടെ തന്നെ ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചത് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂൾ പൊളിക്കാമെന്നാ.
ഉം. ഞാനവിടെ പഠിച്ച് പൂർത്തിയാക്കി അടുത്ത ക്ലാസ്സിലേക്ക് പോയാലും അതിലേക്ക് പഠിക്കാനുള്ള അടുത്ത തലമുറ വരുന്നുണ്ട്. അതെ. അതുകൊണ്ട് നീ നാമരൂപാത്മകതയ്ക്ക് ഉപരി എത്തിയോ, അതുകൊണ്ട് നീ ഇതിനെ നിന്ദിക്കില്ല. ഇത് ഉത്കൃഷ്ടമായി തന്നെ നിലനിർത്തണം. കാരണം ഇനി വരുന്നവർക്കത് ആശ്രയിക്കാനുള്ള സങ്കേതമാണ്. ഈ രീതിയിൽ അദ്വൈതപ്രതിഷ്ഠരായ മഹാത്മാക്കൾ പോലും നമുക്ക് ക്ഷേത്രങ്ങളെ പ്രദാനം ചെയ്തു. അതുകൊണ്ട് ക്ഷേത്രോപാസന മുഖ്യമാണ് എന്നാണ് പറയാനുള്ളത്. പക്ഷെ അതോടുകൂടി വീട്ടിലുള്ള നാമജപം, മന്ത്രജപം തുടങ്ങിയവയും നിലനിർത്തണം. അതെ. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം ശരിക്കും ഈശ്വര സൃഷ്ടിയാണോ? കാരണം അത് ഈ യുക്തിവാദികളുടെ ഇടയിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ശരിക്കും അതിനെ അവിടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈശ്വരൻ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ബ്രഹ്മാവ്, അല്ലെങ്കിൽ ഒരു അള്ളാഹു, അല്ലെങ്കിൽ ഒരു യഹോവ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കക്ഷി ഉണ്ടാക്കുന്ന ഒരു വസ്തുവായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഭാരതീയ വീക്ഷണമനുസരിച്ച് ചാക്രിക ഗതിയിൽ ഓരോ കൽപ്പത്തിൻ്റെയും ആദിയിൽ മുൻ കൽപ്പത്തിൽ കാരണഭാവത്തിലേക്ക് വിലയിച്ച പ്രപഞ്ചം വീണ്ടും പ്രകടമാകും. പ്രകടമായ പ്രപഞ്ചം കൽപ്പാന്തത്തിൽ വീണ്ടും പ്രളയത്തെ പ്രാപിക്കും. അതായത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലൂടെ കാരണഭാവത്തെ പ്രാപിക്കും. കാരണഭാവത്തെ പ്രാപിച്ച് സൂക്ഷ്മത്തിലൂടെ സ്ഥൂലഭാവത്തെ പ്രാപിക്കും. ഇത് ചാക്രികമായി തുടർന്നുകൊണ്ടേയിരിക്കും, അനാദ്യ അനന്തമായിട്ട്. ഇതാണ് ഭാരതീയമായ അല്ലെങ്കിൽ വൈദികമായ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പം. ആവിർഭാവ തിരോഭാവങ്ങൾ എന്നാണ് അതുകൊണ്ട് സൃഷ്ടിയെ പറയുക, സംഹാരത്തെ പറയുക. പുതുതായിട്ട് ഉണ്ടാവുന്നുമില്ല, ആത്യന്തികമായി ഇല്ലാതാവുന്നില്ല. സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലൂടെ കാരണത്തെ പ്രാപിക്കും, കാരണത്തിൽ നിന്ന് സൂക്ഷ്മതയിലൂടെ സ്ഥൂലത്തെ പ്രാപിക്കും. ഈ സ്ഥൂലം എന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രപഞ്ചവും ഞാനും നീയും അതും ഇതും എല്ലാം ഉള്ളത്. അല്ലാതെ ഒരു വ്യക്തി ഉണ്ടാക്കുകയല്ല. അപ്പം ഈ ഒരു പ്രതിഭാസം നടക്കണമെങ്കിൽ ആ പ്രതിഭാസത്തിന് പിന്നിൽ ഒരു നിയമക്രമം, ഒരു അധിനിയമം വേണം. ഏതൊരു പ്രതിഭാസം സംഭവിക്കണമെങ്കിലും അതിന് പിന്നിലൊരു നിയമക്രമം വേണം, ഒരു അധിനിയമം വേണം. ആ അധിനിയമത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. ഈശ്വരൻ എന്ന് പേര് വിളിക്കാൻ മടിയുണ്ടോ? അവർ വിളിക്കണം, നമുക്കൊരു നിർബന്ധമില്ല. XYZ എന്ത് വിളിച്ചാലും നമുക്ക് വിരോധമില്ല. പക്ഷേ ഒരു പ്രതിഭാസം സംഭവിക്കണമെങ്കിൽ, ആ പ്രതിഭാസത്തിന് പിന്നിലൊരു നിയമവ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ നിയാമകൻ ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ യുക്തി. ഈ യുക്തിയെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള സാങ്കേതിക ശാസ്ത്രത്തിനനുസരിച്ച് മാത്രം എല്ലാത്തിനെയും വിലയിരുത്താൻ നിൽക്കരുത്. കാരണം ശാസ്ത്രം എപ്പോഴും വികസ്വരമാണ്, വികസിതമല്ല. ശാസ്ത്രത്തിന് ഡെവലപ്ഡ് എന്നൊരവസ്ഥയില്ല. വികസിത ശാസ്ത്രം എന്നൊന്നില്ല. ഉണ്ടെങ്കിൽ പിന്നെ ശാസ്ത്രജ്ഞന്മാരോട് ആവശ്യമില്ല, പരീക്ഷണ ഗവേഷണങ്ങൾ ആവശ്യമില്ല. നിരന്തരമായി റിസർച്ച് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ നിഗമനത്തിലെത്തരുത്. അത് വിശ്വാസി എന്ന് പറയുന്നവനും എത്തരുത്, അവിശ്വാസി എന്ന് പറയുന്നവനും എത്തരുത്. അതാണ് നമുക്ക് ആവശ്യമുള്ള യുക്തിബോധം. അപ്പം ആ നിലയ്ക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമായ അധിനിയമത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഈശ്വരൻ. അത് നിഷേധിക്കാൻ പറ്റില്ല. ആ ഈശ്വരന് അറബിയിൽ നിങ്ങളൊരു പേര് വിളിച്ചോളൂ, സംസ്കൃതത്തിൽ വേറെ പേര് വിളിച്ചോളൂ, ഹിബ്രുവിൽ വേറെ പേര് വിളിച്ചോളൂ, അതിന് വിരോധമില്ല. വസ്തു ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, രണ്ട് ഈശ്വരന്മാരില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. നമ്മൾ ഈ ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന പുതുതലമുറയിലെ കുട്ടികളെ, അയ്യോ ഈ പദങ്ങളൊന്നും എനിക്കറിയില്ല. ന്യൂ ജനറേഷൻ കുട്ടികള്, അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും ഭക്തി സ്വാധീനിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ ഈ നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും ഇവരിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ തന്നെ തുടരേണ്ടതുണ്ടോ? സ്വാമിജിയുടെ ഒരു കാഴ്ചപ്പാട്. ആവശ്യകതയിൽ നിന്നാണല്ലോ ഓരോന്നും ഉണ്ടാവുന്നത്. മാത്രമല്ല ആവശ്യകതയിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതല്ല, നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമൂഹത്തിൽ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നർത്ഥം. പിന്നെ നമ്മൾ കാണുന്നത് വളരെയധികം
ഭജന സംഘങ്ങൾ വളർന്നു വരുന്നു. കേരളത്തിലല്ല, ഭാരതത്തിലല്ല, ലോകം മുഴുവൻ. അതിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത് യുവതി യുവാക്കന്മാരാണ്. പങ്കെടുക്കുന്നതിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ്. അത് വളരെ നല്ലൊരു ഒരു 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 മാറ്റമായിട്ടാണ്, പരിവർത്തനമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം വലിയൊരു വിഭാഗം മയക്കുമരുന്നുകൾക്ക് അടിമയായി എന്താണ് ചെയ്യണതെന്ന് പോലും അറിയാതെ പലതും ചെയ്തു കൂട്ടി പോകുന്ന ഒരു വൈകാരികതയിൽ മാത്രം പെട്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് ആ സമാജത്തെ അതേ വൈകാരികത കൊടുത്തുകൊണ്ട് തന്നെ, വേദാന്തം പഠിപ്പിച്ചിട്ടല്ല, അതേ വൈകാരികത കൊടുത്തുകൊണ്ട് തന്നെ ഉയർന്ന ഒരു ഒരു ചിന്താവിധാനത്തിലേക്ക് എത്തിക്കുക. കാരണം യുവസമൂഹത്തിലുള്ളതായ ആ ശക്തി, ഊർജം, അതിനെ വിപരീത ദിശയിലേക്ക് താൻ അധപ്പതിച്ച് പോകാവുന്നതിൽ നിന്ന് മാറ്റി ഉയർത്തുന്ന വലിയൊരു ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ ഈ ഭജനകളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലതാണ്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് ഇത്തരം ഭജനകളിലൊക്കെ ഇന്ന് പങ്കുചേരുന്നത്. എന്നല്ല, പല പല പുതിയ ട്രൂപ്പുകളും ഞാൻ തന്നെ 2-3 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പക്കാരാ, എല്ലാം ചെറുപ്പക്കാരാ. ഈ കഴിഞ്ഞ വർഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂരൊരു ഭജന ഞാൻ കണ്ടു, കേട്ടു. ആ ഭജന പാടുന്നതൊക്കെ ഒരു 17, 16, 18 വയസ്സുള്ള പെൺകുട്ടികളാണ്. പക്ഷേ അവരുണ്ടാക്കി തീർക്കുന്ന ആവേശം കൊണ്ട് ആ ഹോള് മുഴുവൻ തന്നെ ഏറ്റുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറി. അതിൽ യുവജനങ്ങളുണ്ട്, വൃദ്ധന്മാരടക്കമുണ്ട്. അപ്പം ഇത് ഭാരതത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ പണ്ടേ ഉള്ളതാണ്. ഭജന ചൊല്ലി നൃത്തം ചെയ്യുക എന്നുള്ളത് ഗുജറാത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ഒക്കെ തന്നെ മുമ്പേ ഉള്ളതാണ്. കേരളത്തിൽ അത് അങ്ങനെ ഇല്ലായിരുന്നു. ഇതുപോലെ തന്നെ നമുക്കിന്ന് കാണാൻ കഴിയും മറ്റ് രാഷ്ട്രങ്ങളിലും. ഹിന്ദു സമൂഹത്തിൽ ഇതുണ്ട്. ഇത് മറ്റ് മതവിഭാഗങ്ങളിൽ ഇത് ആദ്യമുണ്ട്, പാട്ടുകൾ പാടി നൃത്തം ചെയ്യുന്ന രീതികൾ. അപ്പം നമുക്കിവിടെ കൂടുതൽ പെന്റക്കോസ്റ്റിലൊക്കെയാണ് നമ്മളത് കാണുക. അതല്ലാതെ പള്ളികളിലും മറ്റ് കൂടിച്ചേർന്നുള്ള കീർത്തനങ്ങളിലൊക്കെ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതര മതങ്ങളിൽ നിലനിന്നതാണ്. പക്ഷെ ഹിന്ദു സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ പ്രായണ കുറവായിരുന്നു. അതിൽ വലിയൊരു പരിവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകട്ടെ. കാരണം നമ്മുടെ യുവശക്തി അതാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് മയക്കുമരുന്നുകളിലേക്ക് പോകുന്നു, മദ്യത്തിലേക്ക് പോകുന്നു, രാഷ്ട്രവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്ന് പരാതി പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. യുവസമൂഹത്തെ നിന്ദിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അവർക്ക് ചില ചാനലുകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പം അത്തരം ചാനലുകളാണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പുതുതലമുറയ്ക്കുള്ള ഒരു സന്ദേശം കൂടി. പുതുതലമുറ എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും പുതുതലമുറയ്ക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എങ്കിലും ഇന്ന് നമ്മൾ വളരെ കഴിവുള്ള, പ്രത്യേകിച്ച് ടെക്നിക്കൽ എബിലിറ്റി വളരെ കൂടിയ ഒരു യുവസമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിനുപരിയായിട്ട് മറ്റുള്ളവൻ്റെയും അവൻ്റെയും കുറ്റങ്ങളും കുറവുകളും നോക്കി പരിദൂഷണം ചെയ്യാനുള്ള യാതൊരു മനോഭാവവും പുതിയ തലമുറയിൽ ഞാൻ കാണുന്നില്ല. എല്ലാവരും നല്ല കുട്ടികളായിട്ടാണ് കാണുന്നത്. അപ്പം അതിനോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുക. ഞാൻ ജീവിക്കുന്നതോടൊപ്പം ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷം വരരുത്. ഞാൻ ജീവിക്കുന്നതോടൊപ്പം എൻ്റെ സമൂഹം കൂടി ഉയർന്നു വരണം. അതിന് വിഘാതമായിട്ട് മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടാവരുത്. അതാണ് ധർമ്മം എന്നുള്ള ബോധം. ഈ ധർമ്മബോധത്തോടു കൂടി നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്തിക്കൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഉയർന്ന്, നൃത്തത്തിലായാലും സംഗീതത്തിലായാലും ചിത്രത്തിലായാലും ശില്പത്തിലായാലും മെഡിസിനിലായാലും നിയമത്തിലായാലും എഞ്ചിനീയറിങ്ങിലായാലും ഇന്നതെന്ന് പറയുന്നില്ല, ഏത് മേഖലയിലാണോ തൻ്റെ കഴിവ് അതിനെ വികസിപ്പിച്ചിട്ട് നമ്മുടെ രാഷ്ട്രത്തെ, ഭാരതത്തെ ലോകോത്തരമാക്കി
ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നതിന് നമ്മുടെ ഊർജം വിനിയോഗിക്കണം എന്ന് മാത്രമാണ് ചുരുങ്ങിയ വാക്കിൽ യുവസമൂഹത്തോട് പറയാനുള്ളത്. ഒരുപാട് നന്ദി. നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.